ആറ്റുകാൽ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് തിരുവനന്തപുരത്തുകാരുടെ തെരളിയപ്പം. വയണയപ്പമെന്നും കുമ്പിളപ്പമെന്നും ഒക്കെ ഇതിന് പറയാറുണ്ട്. ഇതിനാദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. വറുത്തതോ വറുക്കാത്തതോ ആയ അരിപ്പൊടി എടുക്കാം. വറുക്കുകയാണെങ്കിൽ ഒരുപാട് മൂത്തു പോകാതെ ശ്രദ്ധിക്കണം. ഞാനിവിടെ 1/2 കിലോ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. മധുരം കൂടുതൽ ആവശ്യമുള്ളവർ 1/2 കിലോ അരിപ്പൊടിക്ക് 1/2 കിലോ ശർക്കരയോ 3/4 കിലോ ശർക്കരയോ എടുക്കാം. കുറച്ച് മധുരം വേണമെന്നുള്ളവർ അതിനേക്കാളും കുറഞ്ഞ അളവിൽ ശർക്കര എടുത്താൽ മതി. ശർക്കര ഇതുപോലെ വളരെ ചെറുതാക്കി നുറുക്കി ഈ അരിപ്പൊടിയിലേക്ക് ചേർക്കണം. അതോടൊപ്പം തേങ്ങ ചെറുകിയതും ചേർക്കണം. 1/2 കിലോ അരിപ്പൊടിക്ക് ഞാൻ 1 തേങ്ങയാണ് എടുത്തത്. 1 തുള്ളി വെള്ളം പോലും ചേർക്കാതെ പഴം ചേർത്ത് വേണം ഈ ചേരുവകൾ കുഴച്ചെടുക്കേണ്ടത്. ആദ്യം ഒരു 3 പഴം ചേർത്ത് കുഴച്ചു നോക്കുക. ശർക്കരയുടെയും പഴത്തിൻ്റെയും നനവ് കൊണ്ട് ഈ മാവ് നന്നായി കുഴഞ്ഞു വരും. ഒട്ടും മയമില്ലാതെ തോന്നുകയാണെങ്കിൽ വീണ്ടും 1-2 പഴം കൂടി ചേർക്കാം. അത് കഴിഞ്ഞ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഏലക്കയുടെ രുചി ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ഏലക്കയും ചേർക്കാം. ഒരുപാട് കൂടുതൽ ചേർക്കരുത്, ഒരു മണത്തിന് വേണ്ടി ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. കൂടുതൽ മയപ്പെട്ടു പോകാനും പാടില്ല, ഒരുപാട് മുറുകിയിരിക്കാനും പാടില്ല. ഒരു ഇടത്തരം പരുവത്തിൽ കുഴച്ചെടുക്കണം. ഉരുളകൾ ഉരുട്ടുമ്പോൾ പൊടിഞ്ഞു പോകാനും പാടില്ല, തീരെ കുഴഞ്ഞു പോകാനും പാടില്ല. ഈ മാവ് വയണ ഇലയിൽ പൊതിഞ്ഞ് പച്ച ഈർക്കിലാണ് കൊരുത്തെടുക്കേണ്ടത്. പച്ച ഈർക്കിലെടുക്കുമ്പോൾ അതിൻ്റെ തുമ്പിൽ ഇതുപോലെ ഒരു കെട്ട് കെട്ടണം. ഇല്ലെങ്കിൽ നമ്മൾ കോർത്തെടുക്കുന്നത് മറുഭാഗത്തു കൂടി ഊർന്നു പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈർക്കിലിൻ്റെ തുമ്പത്ത് കെട്ടാൻ മറന്നു പോകരുത്. എന്നിട്ട് മാവെടുത്ത് ഓരോ ഉരുളകളാക്കി ഇതിനുള്ളിലേക്ക് വെക്കാം. ഉരുട്ടുമ്പോൾ വൃത്തത്തിലുള്ള ഉരുളകളല്ല എടുക്കേണ്ടത്, ഒരു ഓവൽ ഷേപ്പിലുള്ള ഉരുളകളായാണ് വെക്കേണ്ടത്. വലിയ ഇലയാണെങ്കിൽ 2 ഉരുളകളാക്കി വെക്കാം. ചെറിയ ഇലയാണെങ്കിൽ ഓരോന്ന് വീതവും കോർത്തെടുക്കാം. പിന്നെ ഇല കുമ്പിൾ കോട്ടിയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കുമ്പിൾ കോട്ടി അതിൻ്റെ വശത്ത് ഈർക്കിൽ കൊണ്ട് ഉറപ്പിച്ച് അതിനുള്ളിലേക്ക് മാവ് നിറച്ച് നമുക്ക് കുമ്പിളപ്പം പോലെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഒരു ഇഡലി പാത്രത്തിൽ വെള്ളമൊഴിക്കുക. എന്നിട്ട് ഇഡലിയുടെ ആദ്യത്തെ ചെറിയ തട്ട് വയ്ക്കുക. അതിൻ്റെ മീതെ നമ്മൾ ഈ കൊരുത്ത് വെച്ചിരിക്കുന്ന ഈ തെരളി മാല അതിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുമ്പിൾ കോട്ടി വെച്ചതും കൂടി അതിൻ്റെ മീതെ വെച്ച് കൊടുത്ത് അടച്ച് അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വളരെ രുചികരമായ ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട തെരളിയപ്പം അഥവാ വയണയപ്പം ഇതാ തയ്യാർ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.